നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായുള്ള സുഭാഷ് ചന്ദ്രൻ അഭിഭാഷകനാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങളെ കാണുന്നത്? കാരണം വധശിക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നു, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പല കോണുകളിൽ നിന്നും പല തീരുമാനങ്ങളിൽ പല അഭിപ്രായങ്ങൾ വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ഞങ്ങൾക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ കുടുംബം തത്വത്തിൽ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. വധശിക്ഷ എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയിരിക്കുന്നു. അതേസമയം ഇനിയും തുടർ ചർച്ചകൾ ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷയുടെ മോചനം പൂർണ്ണമായി സാധ്യമാക്കാൻ വേണ്ടി ആ കുടുംബവുമായി ചർച്ചകൾ ആവശ്യമുണ്ട്. ഇപ്പോൾ വധശിക്ഷയിൽ നിന്നാണ് പുറകോട്ട് പോയി എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി നിമിഷയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ചർച്ച ചെയ്യണം. അതല്ല അവിടെ നിമിഷ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള രീതിയിലുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വളരെ മുന്നോട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായുള്ള ചർച്ചകൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഗോത്രത്തലവന്മാരുമായൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ഇന്നലെ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തലാലിന്റെ കുടുംബം അടുത്തൊരു തീയതി വധശിക്ഷ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമായിട്ട്? തലാലിന്റെ ഒരു സഹോദരൻ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോഴും ആ നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാടിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ നിലപാടിനെ ഞങ്ങൾ നിലപാടായി കാണുന്നു. പക്ഷേ ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ട വ്യക്തികളും അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ആളുകളും സ്വാഭാവികമായും ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആ തീരുമാനത്തെ അവിടുന്ന് ലഭിച്ച വിവരങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതിനെ ഞങ്ങൾ മാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച വിവരപ്രകാരം വധശിക്ഷ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് കുടുംബം പുറകോട്ട് പോയിട്ടുണ്ട്. സാമുൽ ജെറോമിന്റെ പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇത്തരത്തിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന പല രീതിയിലുള്ള പല വ്യക്തികൾ പല സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള അവകാശവാദങ്ങളുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചാണ്, നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരത്തിനോ മർക്കസിനോ ഇതിനകത്ത് ഒരു അവകാശവാദത്തിന്റെയും ഇല്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനകത്തുണ്ടാകുന്ന നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് അത് അറിയിക്കുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് വ്യാജമായുള്ള ഉത്തരവാണ് എന്നുള്ള സമീപനമാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അത് ശരിയല്ല എന്ന് കാലം തന്നെ തെളിയിക്കുകയുണ്ടായി. ഇപ്പോഴും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു. നിമിഷപ്രിയ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. അതേ ആഗ്രഹം സാമൂഹ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വധശിക്ഷ തൽക്കാലം റദ്ദാക്കിയെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ? ആ കുടുംബം വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് നമ്മൾ പ്രതികരിച്ചത്. കാന്തപുരത്തിന്റെ ഭാഗത്തുണ്ടായ അഭിപ്രായങ്ങൾ, അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നമ്മൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. നിലവിൽ ഈ വധശിക്ഷ റദ്ദാക്കി എന്താണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.